ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴക്കേസിൽ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ. ED രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലെ പ്രതികൾക്ക് സഹായം ചെയ്യുന്നയാൾ രഞ്ജിത്ത് എന്നാണ് നിഗമനം. മറ്റ് പ്രതികളുടെ ഇടപാടുകളിലും അടിമുടി ദുരൂഹതയാണ്. കേസിൽ ED ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. പിടിയിലായ വിൽസണും രഞ്ജിത്തും ഏറെ നാളായി സുഹൃത്തുക്കളാണ്. ഈ ബന്ധമാണ് തട്ടിപ്പിന് ഉപയോഗിച്ചത്. പരാതിക്കാരനായ അനീഷിന്റെ മേൽവിലാസവും കേസിന്റെ വിശദാംശങ്ങളും രഞ്ജിത്ത് വിൽസന് കൈമാറിയെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ED രജിസ്റ്റർ ചെയ്യുന്ന ഫെമ കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ളവരെ സഹായിക്കുന്നയാളാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത്. അങ്ങനെയാണ് ഇയാൾ ശേഖർ കുമാർ അടക്കമുള്ള ED ഉദ്യോഗസ്ഥരുമായി ബന്ധം സ്ഥാപിച്ചത്. രഞ്ജിത്തിന്റെ ഓഫീസിൽ നിന്ന് നിർണായക രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. തെളിവ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ല, ഞങ്ങളൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. ഞങ്ങൾക്കത് എല്ലാ ആംഗിളും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ വി നീഡ് ടൈം. അത് സമയബന്ധിതമായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കേസിലെ മൂന്നാം പ്രതി മുകേഷ് ഹവാല കണ്ണിയാണ്. കോഴപ്പണം വാങ്ങാൻ അക്കൗണ്ടുകൾ തയ്യാറാക്കി നൽകുന്നത് മുകേഷാണ്. രണ്ടാം പ്രതി വിൽസന്റെ അക്കൗണ്ടിൽ വൻ തുകയുടെ ഇടപാട് നടന്നിട്ടുണ്ട്. തട്ടിപ്പ് തുകയാണോ എന്ന സംശയം വിജിലൻസിനുണ്ട്. നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ശേഖർ കുമാറിലേക്ക് എത്തൂ. ഡിജിറ്റൽ തെളിവുകളും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കേസിൽ നിർണായകമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സെറ്റിൽമെന്റ് ഏജൻസി എന്ന പരിഹാസമാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും പൊതുസമൂഹവും ഉയർത്തുന്നത്. വിജിലൻസിന്റെ വലയിൽ കൂടുതൽ ED ഉദ്യോഗസ്ഥർ കുടുങ്ങുമോ എന്ന കാത്തിരുന്നു കാണാം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.